ഹലോ ഫ്രണ്ട്സ്, സ്പിരിച്വൽ ഡോട്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു ടെക്നിക്കിനെ കുറിച്ചാണേ. എത്രയും എളുപ്പത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്ക്. വർഷങ്ങളായി നമ്മളൊക്കെ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ചെയ്തു നോക്കിയിട്ടുമുണ്ട്. എന്നാൽ ഇതൊന്നും മാജിക് അല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? സ്ക്രിപ്റ്റിങ്, അഫർമേഷൻസ്, അതുപോലെ വിഷ്വലൈസേഷൻസ് ഇതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ എല്ലാവർക്കും അത് സംഭവിക്കാറുണ്ടോ? അവരുടെ ആഗ്രഹങ്ങളൊക്കെ എല്ലാവർക്കും നേടിയെടുക്കാറുണ്ടോ? അതായത് അതുവഴി നിങ്ങൾ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാറുണ്ടോ? പക്ഷേ ഞാൻ പറയട്ടെ, വേഗത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ടെക്നിക്കുകളൊക്കെ തന്നെയാണിത്. അതായത് സ്ക്രിപ്റ്റിങ്ങും അഫർമേഷൻസും വിഷ്വലൈസേഷനും ഒക്കെ. പക്ഷെ എന്തുകൊണ്ടാണത് ആളുകൾക്ക് നടക്കാത്തത്? നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ അപാരമായ ശേഷിയുണ്ട്, അതായത് കഴിവുകളുണ്ട്. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ലോ ഓഫ് അട്രാക്ഷൻ വളരെ ഈസിയാണ്. ആദ്യം അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ലോകം എന്ത് സമ്പൽ സമൃദ്ധിയിലാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വായുണ്ട്, വെള്ളമുണ്ട്, ഫുഡുണ്ട്, എല്ലാം ഉണ്ടല്ലേ. നമുക്ക് എല്ലാവർക്കും എല്ലാം നേടിയെടുക്കാനും കഴിയും. ഒന്നും അസാധ്യമായിട്ടുള്ള കാര്യമേ അല്ല. ആദ്യം അത് മനസ്സിലാക്കണം. ഈ ലോകത്ത് എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും പണവും സമാധാനവും എല്ലാം അർഹതപ്പെട്ടതാണ്. എല്ലാവർക്കും നിങ്ങളുടെ ജീവിതത്തിലും എല്ലാം മറ്റുള്ളവരെ പോലെ അർഹതപ്പെട്ടതാണ്. നിങ്ങൾക്കും അർഹതപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ആദ്യം നമുക്ക് എന്താണോ വേണ്ടത് അതിന് നമ്മൾക്ക് അർഹതയുണ്ടെന്ന് നമ്മൾ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കണം. എന്തായാലും അതിനുള്ള അർഹത നമുക്ക് ഉള്ള കാര്യം നമ്മൾ നമ്മളുടെ മനസ്സിൽ ഉറപ്പിച്ചാൽ മാത്രമേ നമ്മുടെ ആഗ്രഹം സാധിക്കൂ. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വേഗത്തിലാക്കാൻ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അതെങ്ങനെ ഉപയോഗിക്കണം, ഈ ടെക്നിക്സ് ഒക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഡീപ്പായിട്ട് പറയാം. സത്യം പറഞ്ഞാൽ ഫാസ്റ്റായിട്ട് നടക്കുന്ന മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് തന്നെയാണ് ഇതെല്ലാം. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണിത്. ഞാൻ എൻ്റെ വ്യക്തിപരമായ എല്ലാ ആവശ്യങ്ങൾക്കും ഈ ടെക്നിക്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഫാസ്റ്റായിട്ട് റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ വൈബ്രേഷൻ ഫ്രീക്വൻസിയിലേക്ക് കഴിയുന്നത്ര വേഗത്തിൽ പ്രവേശിക്കാൻ കഴിയുക എന്നതാണ് കാര്യം. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ല നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കുന്നത്, മറിച്ച് നിങ്ങൾ എന്താണോ അതാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ശരിയല്ലേ? നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് നിങ്ങളുടെ ലക്ഷ്യം അതൊന്നാമതെത്തിക്കുക, അതാണ്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിൻ്റെ വൈബ്രേഷൻ ഫ്രീക്വൻസിയിൽ നിങ്ങൾ എത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടൂ. ഞാൻ എപ്പോഴും പറയാറില്ലേ ഇമോഷനെ കുറിച്ച്, അതായത് ഫീലിങ്സ്. നമുക്ക് നമ്മുടെ ഫീലിങ്സ് കൂട്ടിയാൽ മാത്രമേ, അതായത് ഇമോഷൻ വലുതാകും തോറും വൈബ്രേഷൻ കൂടും. വൈബ്രേഷൻ കൂടുമ്പോൾ നമ്മുടെ റിസൾട്ട് ഫാസ്റ്റാകും. ഞാൻ ഒന്നുകൂടി പറയാം, ഇതൊരു മാജിക് അല്ല. ഇതിനു വേണ്ടി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആദ്യം നിങ്ങളെ തന്നെ നിങ്ങളൊരു ധ്യാന അവസ്ഥയിലേക്ക് എത്തിക്കണം. അപ്പോൾ ഞാൻ ഇനിയുള്ള കാര്യങ്ങൾ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം. സ്റ്റെപ്പ് 1, ശാന്തമായ ഒരു സ്പേസ് കണ്ടെത്തുക. അതായത് ശാന്തമായ ഒരിടം ആദ്യം കണ്ടുപിടിക്കണം. നോ ഡിസ്ട്രാക്ഷൻസ്, ആരും ശല്യപ്പെടുത്താത്ത
വേറെ ശബ്ദമൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമായിരിക്കണം നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അവിടെ ശാന്തമായി ഇരിക്കുക. അവിടെ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ എനർജി ഫ്രീക്വൻസി ആയിട്ട് അലൈൻ ആവാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് ഒരു ശാന്തമായ വേറെ ശല്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലം സെലക്ട് ചെയ്യാൻ പറഞ്ഞത്. നിങ്ങളുടെ എനർജിയെ കാമാക്കാൻ വേണ്ടി ബ്രീത്തിൽ ശ്രദ്ധിക്കുക. ഇതാണ് സ്റ്റെപ്പ് നമ്പർ 1. ഓക്കെ അല്ലേ? ഇനി അടുത്തത് സ്റ്റെപ്പ് നമ്പർ 2. വിഷ്വലൈസേഷന് വേണ്ടിയിട്ടുള്ള മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ എവിടെ നിന്ന് തുടങ്ങുന്നു എന്നത് വളരെ പ്രധാനമാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതായത് നമ്മുടെ മെൻ്റൽ എനർജി പെർഫോം ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. കാരണം ഇതിനെയാണ് നമ്മൾ തേടൈ എന്ന് പറയുന്നത്. നിങ്ങളുടെ നെറ്റിയിലെ 2 പിരികത്തിൻ്റെ നടുവിലായിട്ടുള്ള സ്ഥലമാണ് തേടൈ പോയിന്റ്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ദൃശ്യങ്ങൾ സംഭവിക്കുന്നത് ഈ ഭാഗത്താണ്, അതായത് തേടൈ പോയിന്റിൽ. അതിനാൽ പോർട്ടലും വിഷ്വലൈസേഷനുമുള്ള കവാടം തുറക്കുന്ന വെളിച്ചം ഈ ഭാഗത്ത് നമ്മൾ തന്നെ കൊണ്ടുവരണം. അതായത് സ്റ്റെപ്പ് നമ്പർ 2 നിങ്ങളുടെ ശ്രദ്ധ ഈ ഭാഗത്തേക്ക് 2 പിരികത്തിൻ്റെ നടുവിലായിട്ടുള്ള ആ ഭാഗത്തേക്ക് കൊണ്ടുവരിക. അതായത് നിങ്ങളുടെ എല്ലാ ശ്രദ്ധയും തേടൈ പോയിന്റിലേക്ക് കൊണ്ടുവരിക. നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങളുടെ തേടൈ പോയിന്റിൽ ഒരു ചെറിയ സമ്മർദ്ദം അനുഭവപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആ ഭാഗത്തായി ഒരു ഫ്യൂച്ചർ പോർട്ടലുണ്ട്. അത് തുറന്ന് അതിൽ നിന്നും പ്രകാശം കൂടുതൽ വരുന്നതായി നിങ്ങൾ ദൃശ്യവൽക്കരിക്കണം. നിങ്ങളുടെ ഭാവി സ്വയം കാണാൻ അനുവദിക്കുന്ന ഒരു പോർട്ടൽ തുറക്കുന്നത് പോലെ അത് വലുതായിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ഈ പോർട്ടൽ തുറക്കുമ്പോൾ നിങ്ങൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന വിഷ്വൽ എന്താണ്? അവിടെ നിങ്ങൾ ഒരു സിനിമ കാണുന്നത് പോലെ നിങ്ങൾ വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്യണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാർ ഓടിക്കുന്നതായിട്ട് നല്ല വ്യക്തമായിട്ട് ക്ലാരിറ്റിയിൽ വിഷ്വലൈസ് ചെയ്യുക. അതുപോലെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പുതിയ വീടിൻ്റെ സ്വീകരണ മുറിയിൽ നിങ്ങൾ ഇരിക്കുന്നതായിട്ട് കാണുക. അപ്പോൾ 3ാമത്തെ ഘട്ടം, അതായത് സ്റ്റെപ്പ് നമ്പർ 3 എന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ പോർട്ടൽ തുറക്കുക എന്നതാണ്. ഇനി അടുത്തത് സ്റ്റെപ്പ് നമ്പർ 4, അതായത് 4ാം ഘട്ടം. 4ാം ഘട്ടത്തിൽ പോർട്ടലിലൂടെ നിങ്ങൾ എവിടെയാണോ അവിടെ നിന്ന് നിങ്ങളുടെ ഫ്യൂച്ചർ സ്വയം ശരിയാക്കുന്നതിലേക്ക് നിങ്ങൾ ഉയരണം. അതായത് നിങ്ങൾ നിങ്ങളുടെ ഭാവി സ്വയം വിഷ്വലൈസ് ചെയ്യുക. ഒരിക്കൽ നിങ്ങളത് വ്യക്തമായി കണ്ടു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിൻ്റെ ഫ്രീക്വൻസിയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹം ഫാസ്റ്റായി തന്നെ നടക്കും. അതിനുവേണ്ടി 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെയെങ്കിലും ഞാൻ പറഞ്ഞ രീതിയിൽ ശരിയായ രീതിയിൽ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് നിങ്ങളുടെ ലക്ഷ്യം ഒന്നാമതായിട്ട് എത്തിക്കുക. ഇത് ഹയർ വൈബ്രേഷനിൽ എത്തിക്കുക. ഈ ടെക്നിക്ക് പവർഫുള്ളാണ്. എല്ലാവർക്കും അവരവരുടെ ആഗ്രഹങ്ങൾ നടക്കട്ടെ, വലിയ വലിയ മാനിഫെസ്റ്റേഷൻസ് നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.